ഹലോ ഹായ് ബേബി. ഹലോ ബേബി. ഖുഷി. നല്ല മുല്ലപ്പൂവിന്റെ മണം. ദീപാവലിക്ക് അതെ. വരൂ വരൂ വരൂ. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കുടിയേറിയിരിക്കുകയാണ് കൊച്ചിയിലേക്ക് അല്ലെ. ആക്ച്വലി ആരും ഇവിടെ ഏറ്റവും കൂടുതൽ എപ്പോഴും എൻ്റെ അടുത്ത് പറയും മിസ് ചെയ്യുന്ന കാര്യം ഖുഷി ബേബി ആയിരുന്നു എന്നല്ലേ. ഇത്രയും വർഷങ്ങളായിട്ട് കൊച്ചിയിൽ കൂടുതൽ വർക്ക് ആയതുകൊണ്ട് ആരും ഇവിടെയും ഫ്രീ ആകുമ്പോൾ മാത്രം ട്രിവാൻഡ്രം പോവും വരും. ഖുഷി ബേബിക്ക് അങ്ങനെ കാണാൻ പറ്റാറില്ല. ഖുഷി ബേബിയുടെ വെക്കേഷന് കൊച്ചി വന്ന് നിൽക്കും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂല്ലോ. പെട്ടെന്ന് അവിടുന്ന് കൊച്ചിക്കാരി ആയി നമ്മുടെ കൊച്ചി. ഇങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചി. ട്രിവാൻഡ്രം ആണോ കൊച്ചിയാണോ ഖുഷി ബേബിക്ക് ഔട്ട് ഓഫ് 10 എങ്ങനെ റേറ്റ് ചെയ്യും? 10. ട്രിവാൻഡ്രത്തുള്ള ഒരുപാട് പേര് ഇത് കണ്ട് ട്രിവാൻഡ്രത്ത് എന്താ കുറവെന്ന് ചോദിക്കില്ലേ? എന്താണ് ട്രിവാൻഡ്രത്ത് കുറവ്? That is the most sweetest thing I heard. Oh, ശരിക്കും അമ്മയുടെ മോളാട്ടോ. അയ്യോ ആരുടെ കണ്ണൊക്കെ നിറഞ്ഞോ ബേബി. ശരിക്കും ഞാനില്ലേ എന്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ അവളത് പറഞ്ഞ അങ്ങനെ ഭയങ്കര വീക്കായി പോയി ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സ്. അപ്പൊ എനിക്ക് തോന്നി അത് ആ വൈബ് അവിടെ കിട്ടി കാണുന്നത്. ശരിക്കും അല്ലേ ആര്യ? ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. ഐ നോ, കാരണം ഇറ്റ്സ് നോട്ട് ഈസി. സിംഗിൾ പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണ്. സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതും കൂടി ആകുമ്പം രാവും പകലും ഇല്ലാണ്ട് നമ്മൾ ജോലി ചെയ്യാണ്. ഏത് ദിവസം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസങ്ങൾ നമ്മൾ മക്കളുടെ മിസ് ചെയ്യുവായിരിക്കും അല്ലേ. അപ്പം ഈ തീരുമാനം എടുക്കാനുള്ള കാരണം ഒരു വലിയ തീരുമാനം അത് ഇത് തന്നെയായിരുന്നു, ഈ ഒരു ഡിസ്റ്റൻസ്. പിന്നെ എനിക്കിപ്പം കൊച്ചിയിൽ നമ്മൾ എൻ്റെ ഒരു ബിസിനസ് ഇപ്പൊ കൊച്ചിയിൽ ഫേം സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രിവാൻഡ്രം പോകുന്നതും കൂടി കുറഞ്ഞു. ബിക്കോസ് കൂടുതൽ കോൺസെൻട്രേഷൻ ഇവിടെ തന്നെ നിൽക്കണം, ബിസിനസ് ഇവിടെ നിന്ന് നോക്കണം. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ബിസിനസ് കുറച്ച് നല്ലതായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ട്രിവാൻഡ്രം പോക്ക് ഭയങ്കരമായിട്ട് കുറച്ചു. കുഞ്ഞ് ഭയങ്കര ഈ പറഞ്ഞ പോലെ മെന്റലി എനിക്ക് തോന്നി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അവൾക്ക് ഒറ്റയ്ക്കാണ് എന്നുള്ള, ബിക്കോസ് അമ്മ മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ആരും ഇല്ലല്ലോ. പിന്നെ ഇവര് തമ്മിൽ പിന്നെ ഇവർ ഭയങ്കര ചഡ്ഡി ബഡ്ഡീസ് ഒക്കെയാണ് അമ്മൂമ്മയും കൊച്ചുമോളും. എന്നാൽ പോലും എനിക്ക് ഡെയിലി മെസ്സേജ് വരും അമ്മ ഐ മിസ് യു പറഞ്ഞിട്ട്. അപ്പൊ അത് അതിന്റെ ഒരു ഇന്റൻസിറ്റിയും എനിക്ക് പിന്നെ ഒട്ടും. പിന്നെ അവള് ഏജ് ആയി, അപ്പൊ അതും കൂടെയൊക്കെ ആയപ്പോ ഐ തോട്ട് ഇനിയിപ്പം ഒന്നും നോക്കണ്ട. പിന്നെ അവളുടെ ഫാദർ he told me, ആള് വന്നിട്ട് പറഞ്ഞു, see I think she being with you is the best. She's missing that, why don't you take her with you എന്നുള്ള ഒരു. അപ്പൊ ആളും കൂടി അത് പറഞ്ഞ് ആളും ആളുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് തന്നപ്പോൾ ഐ തോട്ട് ഓക്കെ ദെൻ ഇറ്റ് വാസ് എ മ്യൂച്വൽ ഡിസിഷൻ ബിറ്റ്വീൻ ദ പാരന്റ്സ് ദാറ്റ് വിൽ ഷിഫ്റ്റ് ഹർ ടു കൊച്ചി. എന്തായാലും എല്ലാത്തിനും ഒരു കറക്റ്റ് സമയമുണ്ടല്ലോ. അപ്പൊ ദിവാലി സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതൊന്ന് കൊണ്ടുവരട്ടെ, ചില്ല് ചെയ്യാം നമുക്ക്. മമ്മ കുറച്ചൊന്ന് ഹോന്നായി പോയി, നമുക്കൊന്ന് ചാർജ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ പോയി എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ. ഇത് ഞാൻ എന്ത് ജ്യൂസാന്നൊന്നും പറയില്ല, ഇത് കുടിച്ചിട്ട് ഗസ് ചെയ്യണം ഇതെന്താന്നുള്ളത്. ഞാൻ നോക്കട്ടെ ഖുഷിയുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ എങ്ങനെയാണ്. ഖുഷിയാണോ ഗസ് ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. ഖുഷിക്ക് പറ്റിയില്ലെങ്കിൽ മമ്മ. ഓക്കെ, പറ എന്തുണ്ട് അതിനകത്ത്. അമ്മ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഖുഷിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ആണ് മാംഗോ. യെല്ലോ മാംഗോ അല്ല, ഗ്രീൻ മാംഗോ. ആംപന്നയാണ്. അതെ അതെ, പേര് അങ്ങനെ പറയാം. പക്ഷെ ഇതിനകത്ത് വേറെയും കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്താണ്? ജീര. ഓ, ശരിക്കും വീട്ടിൽ പാചകം തുടങ്ങിയല്ലോ. പിന്നെ ബേസിക്കലി പച്ചമാങ്ങ എന്ന് പറയുമ്പോ നമുക്ക് പുളിയല്ലേ. അതെ, അപ്പൊ അത് പഞ്ചസാര. നമ്മള് പച്ചമാങ്ങ പുഴുങ്ങുന്നത് തന്നെ ഷുഗർ ഇട്ടിട്ട്. അപ്പൊ അത് നല്ലപോലെ സ്വീറ്റ് ആയിട്ട് അതിന് ശേഷം നമ്മള് ജീരൊക്കെ ഇട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നതാണ്, ഐസൊക്കെ ഇട്ടിട്ട്. ബേസിക്കലി അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? പക്ഷെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് വേറെ ഉണ്ട്, ചാട്ട് മസാല. ചാട്ട് മസാല ഇഷ്ടല്ലേ? ചാട്ടൊക്കെ ഇഷ്ടമാണല്ലോ ഖുഷി? ചാട്ട് ഇഷ്ടമാണ്. യു ലൈക്ക്? ഐ ലവ് ചാട്ട്. അപ്പം ചെറുതായിട്ട് അതും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്താണ്. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഞാൻ മിൽക്ക് ഷേക്സ് വേണം എന്ന് വെച്ചിട്ട് ഉണ്ടാക്കാത്തതാണ്. മിൽക്ക് ഷേക്ക് വേണ്ട അല്ലേ? എനിക്കറിയാം ഇഷ്ടമല്ല എന്നുള്ളത്.